ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ടും ഹാപ്പിയായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുക. അപ്പോൾ ഞാനിവിടെ ഹാപ്പിയാണ്. പിന്നെ രാവിലെ തന്നെ ചായ ഇട്ടും കട്ടനിട്ടും ചോറ് വെച്ചും ഒക്കെ ഒരു മോർണിംഗ് വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ 12 മണിക്ക് മുമ്പ് നമുക്ക് ജോലിയെല്ലാം ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് തീർത്ത് വയ്ക്കണം. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് കേട്ടോ. മുകളിലൊരു വളകാപ്പ് ഫംഗ്ഷനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. നമ്മൾ ഫസ്റ്റ് ഫ്ലോറല്ല, നമ്മൾ ഏറ്റവും താഴെ താമസിക്കുന്നു. നമ്മുടെ തൊട്ട് മുകളിലത്തെ നിലയിൽ വേറൊരു ഫാമിലി താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വളകാപ്പ് ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. 12 മണിയാകുമ്പോഴത്തേന് ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ചായയൊക്കെ ഇട്ട് കുടിച്ച് ചോറും റെഡിയാക്കി വെച്ച് ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്. അപ്പം അതും ചൂടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് അവിടെ നിന്നല്ലേ കഴിക്കുന്നത്. പിന്നെ രാവിലെ നമുക്ക് പുട്ടും മീൻകറിയാണേ. മീൻകറി ഉള്ളപ്പം പിന്നെ രാവിലെ കാപ്പിക്ക് എന്ത് കറി എടുക്കും എന്നുള്ളൊരു ടെൻഷനില്ല. അതുകൊണ്ട് പുട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങ തരുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ലോങ് വീഡിയോസ് ഇട്ട് മടുപ്പ് തോന്നുന്നുണ്ടോ, ബോറടി ആവുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കമൻറ്റ്സ്, ഞാൻ ഇത്രയും റെസ്പോൺസ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയെന്ന് പറയത്തില്ലേ, അതുപോലെ എനിക്ക് റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോസാണ് ഇഷ്ടം, ലോങ് വീഡിയോസ് ബോറടിയൊന്നുമില്ല, ലോങ് വീഡിയോസ് ചെയ്താൽ മതി എന്നൊക്കെ. ഞാൻ വിചാരിച്ചത് ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് വീഡിയോസ് ആക്കി ഇടാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് കമൻറ്റ് വന്നത് കൂടുതലും ലോങ് വീഡിയോസ് ഇടാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എന്താ പറയുക, കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര് അത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലോങ് വീഡിയോ, ക്ലീനിങ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നു, സെപ്പറേറ്റ്, അതായത് റൂമ്, ഹാള്, കിച്ചണ് ഒക്കെ സെപ്പറേറ്റായിട്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോസ്, എല്ലാം കൂടെ ഒരുമിച്ചല്ലാതെ ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ചെയ്യാം. ഓരോ റൂമും ഓരോ ദിവസത്തെ വീഡിയോ ആയിട്ട് ഓരോന്നോരോന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. റൂം ഒരു ദിവസം, ഹാൾ ഒരു ദിവസം, കിച്ചൺ ഒരു ദിവസം, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വേറൊരു കാര്യം എടുത്തെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ ക്ലീനിങ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് വരുന്ന ഒരു കമൻ്റാണ് എനിക്ക്, ബാത്റൂം ക്ലീനിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ. അതായത് ഗ്ലൗസ്, മാസ്ക്, അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ചെയ്യണമെന്ന്. ഈ സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. ഗ്ലൗസോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അതൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ ഞാൻ ഇരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ബാത്റൂം ക്ലീനിങ് വീഡിയോ എനിക്ക് ചെയ്യാനായിട്ട് പറ്റാത്തത്. അത് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഞാൻ ചെയ്യും. പക്ഷേ അതിന് എനിക്ക് ഇത്തിരി സമയം കൂടി നിങ്ങൾ തരണം. കുറച്ച് സമയം കൂടി എടുക്കും സാധന സാമഗ്രികളെല്ലാം വാങ്ങിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗിലോട്ട് വന്നു കഴിഞ്ഞാൽ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. എനിക്ക് മീൻ വെട്ടുമ്പോൾ ഈ പൂച്ചയും ഒക്കെ ഒന്ന് ഉണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാട്ടോ. അവരോട് കാര്യം പറഞ്ഞ് അവർക്ക് മീൻ തലയൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് മീൻ വെട്ടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് കാക്കകൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസവും കാക്കകളുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം വന്ന കാക്കകളുണ്ടല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് മീൻ തല എടുത്തുകൊണ്ട് പോവുമായിരുന്നേ, ഇങ്ങനെ നീട്ടി കൊടുക്കുമ്പോഴും. പക്ഷേ ഇന്ന് വന്ന കാക്കകൾക്ക് ഭയങ്കര പേടിയാട്ടോ. പേടിത്തൂറികളാണെന്ന് തോന്നുന്നു ആ കാക്കകൾ. ഇങ്ങനെ ഞാൻ മതിലിൽ വെച്ച് കൊടുക്കും. പക്ഷേ ഒരുപാടൊന്നും ഞാൻ വെച്ച് കൊടുക്കത്തില്ല കേട്ടോ. നമ്മുടെ ഇങ്ങനെ അടുത്തടുത്തടുത്ത് വീടുകളായതുകൊണ്ട് അങ്ങനെ നമുക്ക് വേസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ പറമ്പിലിട്ട് കൊടുക്കും പോലെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. 1-2 മീൻതലയൊക്കെ കൊടുത്തു കേട്ടോ. എന്നാലും വന്നിരുന്ന് ഇങ്ങനെ കരയുന്ന കാണുമ്പോൾ എനിക്ക് വിഷമം വരും. അതുകൊണ്ട് ഞാൻ 1-2 മീൻതലയൊക്കെ വെച്ച് കൊടുത്തു. അത് കൊണ്ടുപോയി മരത്തിലൊക്കെ ഇരുന്ന് കൊത്തിപ്പറിച്ച് തിന്നുമായിരുന്നു. അപ്പോൾ അവരങ്ങനെ കഴിച്ചു. കുറച്ച് പേരെയൊക്കെ നിരാശപ്പെടുത്തേണ്ടി വന്നു. വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിക്കട്ടെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വേസ്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ വേസ്റ്റ് ഇടുന്നൊരു ടാങ്ക് ഉണ്ട് കേട്ടോ മുറ്റത്ത്, അവിടെ കൊണ്ടുവന്നിടും. അങ്ങനെ മീനൊക്കെ വെട്ടി കറി സെറ്റാക്കിയതിന് ശേഷം
തൂത്തു വാരാനായിട്ട് പോയിട്ടോ. തൂത്തും വാരി തുണിയും കൂടി നനച്ചിട്ടു. ഇതിനിടയ്ക്ക് ഞാൻ തുണിയും നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തൂത്തു വാരിയിട്ട് തുണിയും നനച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ടുള്ള ടൈം കിട്ടിയില്ല. അങ്ങനെ തൂത്തൊക്കെ വാരിയിട്ട് ഇനി കുളിച്ച് റെഡിയായിട്ട് ഫംഗ്ഷന് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ക്ലീനിങ് വീഡിയോ ആണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം വ്ളോഗൊന്നും അങ്ങനെ അധികം ഞാൻ എടുക്കലില്ല. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണ്ടേ നമ്മൾ വീഡിയോസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലീനിങ് വീഡിയോ ഒക്കെ വരും വ്ളോഗിലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു മോർണിംഗിലെ വ്ളോഗും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഫംഗ്ഷനൊക്കെ പോയിട്ട് വന്ന് ഇങ്ങനെ കിടക്കും കേട്ടോ. നീലൂട്ടനെ വിളിക്കാൻ പോവാൻ സമയമായി. അപ്പോൾ 2-2:30 ആയപ്പോഴത്തേനും ഞാനിങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഒരു 5 മിനിറ്റ് കിടന്നിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു നീലൂട്ടനെ വിളിക്കാൻ. അപ്പോൾ ഞാൻ ഇനി നീലൂട്ടനെ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ. അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ബായ്.